സ്വാഗതം. വനങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഭൂമി ഉണങ്ങി, മണ്ണ് കട്ടിയായി, ജലം മണ്ണിൽ താഴാതെയായി. താഴാതെ വന്ന വെള്ളം ഭൂമിയിലെ ഭൂഗർഭജലത്തിൻ്റെ അളവിനെ കാര്യമായി കുറച്ചു. കൂടുതൽ താഴ്ന്നതനുസരിച്ച് കൂടുതൽ ട്യൂബ് വെല്ലുകൾ സ്ഥാപിച്ചു. വെള്ളം ഊറ്റിയെടുത്തു. ജലം വീണ്ടും താണുകൊണ്ടേയിരുന്നു. ജലം ഇല്ലാതെയായി. അന്തരീക്ഷത്തിന് ചൂട് വർദ്ധിച്ചു. വർദ്ധിച്ച ചൂടിൽ ഭൂഗർഭജലം താഴ്ന്നു വന്നു. പെയ്യുന്ന വെള്ളമൊന്നും തന്നെ മണ്ണിൽ താഴ്ന്നിരുന്നില്ല. വേരുകൾക്കപ്പുറത്തേക്ക് ജലത്തിൻ്റെ അളവ് താന്നുപോയപ്പോൾ മരങ്ങൾ ഉണങ്ങി. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടി. മരങ്ങളുടെ ബാഷ്പീകരണം കുറഞ്ഞു. കൂടിയ താപനിലയിലുള്ള വ്യത്യാസവും കാരണം കാറ്റ് കൂടുതൽ ശക്തമായി. ശക്തമായ കാറ്റ് തീ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിനെ പടർത്താൻ സഹായിച്ചു. ലോസ് ആഞ്ചൽസിലുണ്ടായ ശക്തമായ തീപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലും വെറും 10 ദിവസം മുമ്പേ ഐഫലിലുണ്ടായ 12,000 പേരെ ഒഴിപ്പിച്ച മറ്റൊരു തീപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇനിയും ഇതുപോലെ മറ്റ് തീപിടുത്തങ്ങൾ വീണ്ടും ആവർത്തിക്കും, അല്ലെങ്കിൽ ഉണ്ടാകും. താഴ്ന്നുകൊണ്ടിരുന്ന 87% ജലവും താഴാതെ കുത്തനെ അവിടെ ഉണ്ടായിരുന്ന ഫലഭൂയിഷ്ടമായ മണ്ണും മരവും എല്ലാം എടുത്തുകൊണ്ട് പായുന്ന രീതിയിലായി. അളവറ്റ രീതിയിൽ മരങ്ങൾ മുറിക്കുകയും ആ മരങ്ങൾ മുറിച്ചപ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയും ചൂടുകൂടി മണ്ണ് പാറ പോലെ ആകുകയും വെള്ളമൊട്ടും താഴാതെ ആവുകയും ചെയ്തു. താഴാതെ വന്ന ജലം കുത്തനെ മണ്ണും കൊണ്ടും മരം കൊണ്ടും താഴെയുള്ള നീർച്ചാലുകളിലേക്ക് പാഞ്ഞു. അതിൻ്റെ ആഴം കുറച്ചു. ഇത് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഭൂഗർഭജലം താഴ്ന്നു വന്നു. പെയ്യുന്ന വെള്ളമൊന്നും തന്നെ മണ്ണിൽ താഴ്ന്നിരുന്നില്ല. വേരുകൾക്കപ്പുറത്തേക്ക് ജലത്തിൻ്റെ അളവ് താന്നുപോയപ്പോൾ മരങ്ങൾ ഉണങ്ങി. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടി. മരങ്ങളുടെ ബാഷ്പീകരണം കുറഞ്ഞു. കൂടിയ താപനിലയിലുള്ള വ്യത്യാസവും കാരണം കാറ്റ് കൂടുതൽ ശക്തമായി. ശക്തമായ കാറ്റ് തീ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിനെ പടർത്താൻ സഹായിച്ചു. താഴാതെ വന്ന ജലം കുത്തനെയുള്ള ചരിവുകളിലൂടെ അതിവേഗം പാഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന മണ്ണും ഫലഭൂയിഷ്ടമായ മണ്ണും തടിയും എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയി. നീർച്ചാലുകളിലെത്തിയ ഈ മണ്ണോടുകൂടിയ ജലം നീർച്ചാലുകളുടെ നദികളുടെ ആഴം കുറച്ചു. തടസ്സപ്പെട്ട ജലം ഉയർന്ന് അടുത്തുള്ള പ്രദേശങ്ങളെ വെള്ളത്തിലാഴ്ത്തി. ലോസ് ആഞ്ചൽസിലെ തീപിടുത്തം നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. സാങ്കേതികമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ശക്തിയേറിയ ഒരു രാഷ്ട്രം അവരുടെ തെറ്റായ തീരുമാനങ്ങൾ ഭൂഗർഭജലത്തിനെയും തീ അണയ്ക്കാനുള്ള ജലത്തിനെയും വളരെ വലിയ അളവിൽ കുറച്ചു. ലോസ് ആഞ്ചൽസിലെയും ഐഫൽ ടവറിലെയും തീപിടുത്തങ്ങൾ നമ്മൾക്ക് ശക്തമായ പാഠങ്ങളാണ് നൽകുന്നത്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. ഭാഗം ഒരിക്കലും മൊത്തത്തേക്കാൾ വലുതല്ല എന്നുള്ള ശക്തമായ പാഠം